ഗോവിന്ദൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനായില്ല എന്നുള്ളത് ഈ ജനവിധിയുടെ പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുക. ജനവിധിയുടെ എല്ലാ വശങ്ങളും പൂർണ്ണമായിട്ട് ആഴത്തിൽ പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തി പാർട്ടിയും മുന്നണിയും ശരിയായ ദിശാബോധത്തോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അവരോടെല്ലാമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. അതിന് എല്ലാ രീതിയിലും ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുമ്പും ഇത്തരത്തിലുള്ള തോൽവി LDF കേരള ചരിത്രം നോക്കിയാൽ നേടിയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ നിലമ്പത്തി വീഴുന്ന കാഴ്ച കാണുന്നത് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ട് പരിശോധന വേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ. TK ഗോവിന്ദൻ, G സുധാകരൻ, KV കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു തെറ്റുപറ്റിയെന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നു. അല്ല, അതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. അതൊന്നും ഇപ്പോൾ ഒരു വികാര പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടുന്ന ഒന്നല്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ധാരണയോടുകൂടി ഫലപ്രദമായ നിലയിൽ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലൂടെ മുന്നോട്ടേക്ക് പോകും. അല്ല, പൊതുവേ കുറവ് ഉൾപ്പെടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒക്കെ പരിശോധിക്കേണ്ടിയുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദമായിട്ടുള്ള പരിശോധനയിൽ, ആഴത്തിലുള്ള പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. അത് തീർച്ചയായിട്ടും പരിശോധിക്കും എന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് പരിശോധിക്കാം. ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഏകീകൃതമായ അല്ലെങ്കിൽ കൺസോൾട്ടേഷന്റെ ഭാഗമായിട്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. അതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ചേർത്ത് പരിശോധിച്ച് അതിൻ്റെ റിവ്യൂ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പാർട്ടിയുടെ മുമ്പിലും തിരിച്ചടിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഓരോന്നോരോന്നായിട്ട് പറയേണ്ട കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.